മാപ്പില്ലാത്ത ക്രൂരത. തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിനിരയായ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമെന്ന് ഡോക്ടർമാർ. മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നില്ല. പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന രണ്ടാനച്ഛൻ അരുൺ ആനന്ദിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കുട്ടികളുടെ സുരക്ഷയും ചികിത്സയും സർക്കാർ ഏറ്റെടുത്തതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് റിപ്പോർട്ട് തേടി. ചികിത്സ ആരംഭിച്ച് 24 മണിക്കൂർ പിന്നിട്ടിട്ടും ആശാവഹമായ ഒരു നിലയും കുട്ടിയുടെ ശാരീരികാവസ്ഥയിലില്ല. തലയോട് പൊട്ടിയിട്ടുണ്ട്. ശ്വാസകോശം തകർന്ന അവസ്ഥയിലാണ്. ശരീരമാസകലം ചതവുകളുണ്ട്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ശ്വസനം. പൂർണ്ണമായും വെന്റിലേറ്റർ സപ്പോർട്ടിലൂടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കുണ്ട്. ശ്വാസകോശത്തിൽ എയർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. വയറിനുള്ളിൽ എയർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. ശരീരമാസകലം ചതവുകളും. യാതൊരു റെസ്പോൺസും കുട്ടിയുടെ കൈകാലിൽ അനക്കുകയോ ബാക്കിയുള്ള റെസ്പോൺസോ ഒന്നുമില്ല. സ്വന്തമായി ശ്വാസം എടുക്കാനുള്ള ശ്രമങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് എന്തായാലും 48 മണിക്കൂർ പൂർണ്ണമായിട്ട് വെന്റിലേറ്ററിൽ ഒബ്സർവ് ചെയ്യണം. എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നറിയാൻ. കുട്ടികളുടെ സുരക്ഷയും ചികിത്സയും സർക്കാർ ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. പ്രതിക്ക് പരമാവധി ശിക്ഷയ്ക്കുള്ള നടപടികൾ സ്വീകരിക്കും. വളരെ ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടികൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഒരു ആക്രമണവും വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കില്ല. സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടുക്കി ജില്ലാ അധികാരികളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കസ്റ്റഡിയിൽ കഴിയുന്ന രണ്ടാനച്ഛൻ അരുൺ ആനന്ദിനെതിരെ വധശ്രമ കുറ്റമടക്കമുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. കോടാലി, മദ്യം തുടങ്ങിയവയും ഇയാളുടെ വാഹനത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തി. പ്രതി കുട്ടിയെ തൊഴിക്കുകയായിരുന്നുവെന്നാണ് അമ്മ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തടഞ്ഞ തന്നെയും മർദ്ദിച്ചു. എന്നാൽ പ്രകോപനത്തിന്റെ കാരണം വ്യക്തമാക്കിയില്ല. ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. MS അനീഷ് കുമാർ, ന്യൂസ് 18, തൊടുപുഴ. രണ്ടാനച്ഛൻ മുൻപും കുട്ടികളെ മർദ്ദിച്ചിരുന്നതായി അമ്മ മൊഴി നൽകി. ഭയം മൂലമാണ് മർദ്ദന വിവരം ഇവർ ആദ്യം പുറത്തു പറയാതിരുന്നതെന്നും മൊഴി. കുട്ടികളെ ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിച്ചാണ് മർദ്ദിച്ചത്. ഇളയ കുട്ടി മൂത്രമൊഴിച്ചെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ചവിട്ടിയ ശേഷം ഇടിക്കുകയും പിന്നീട് ഭിത്തിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. തടയാൻ ശ്രമിച്ചെങ്കിലും മർദ്ദനം തുടർന്നെന്നും അമ്മ മൊഴി നൽകി. കുട്ടി ബെഡിൽ യൂറിനേറ്റ് ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ ആ കുട്ടിയെ സമയാസമയങ്ങളിൽ ബാത്റൂമിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഇയാൾ ഈ മൂത്ത കുട്ടിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ പരിക്ക് പറ്റിയ കുട്ടിയെ അത് ചെയ്യാത്തതിനെ പറ്റിയിട്ടുള്ള പ്രകോപനത്തിലാണ് ആദ്യം ചവിട്ടിയത്. ഈ നേരത്തെ കിടന്നിരുന്നു. അന്ന് അയാൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചെഴുന്നേൽപ്പിച്ചത്. 3 മണിയോട് കൂടിയിട്ട്. കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ അവിടെ നിന്നും ചേരുന്നുണ്ട്. അനീഷ്, 48 മണിക്കൂർ സമയമാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതീവ ഗുരുതരമായി സാഹചര്യം തുടരുന്നു എന്നും നേരത്തെ പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? രേണുക, 48 മണിക്കൂറെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും ആ അപകടം പൂർണ്ണമായും ഒഴിവായിട്ടില്ല. ഏത് നിമിഷം വേണമെങ്കിലും വലിയൊരു അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. ഇപ്പോൾ ശ്വസനം നടക്കുന്നത് വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ്. എന്നാൽ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുകയോ മറ്റ് ആപത്തുകൾ ഉണ്ടാവുകയോ ചെയ്താൽ ഒരുപക്ഷെ നേരത്തെ വെന്റിലേറ്റർ നീക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. സ്ഥിതിഗതികൾ അതീവ ഗുരുതരം എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. രാവിലെ പരിശോധന നടത്തിയതിനേക്കാൾ ഇപ്പോൾ വീണ്ടും ആരോഗ്യനില വഷളായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഓരോ മിനിറ്റ് ഇടപെട്ട് കുട്ടിയെ നിരീക്ഷിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എങ്കിലും മരുന്നുകളോട് ഒട്ടും പ്രതികരിക്കാൻ ശരീരം ഇനിയും കൂട്ടാക്കിയിട്ടില്ല. ചികിത്സയുടെ കാര്യങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മറുവശത്ത് പ്രതി അരുൺ ആനന്ദിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അമ്മയുടെ മൊഴി അല്പസമയം മുമ്പ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. വളരെ വലിയ ക്രൂരതകളാണ്, പീഡനങ്ങളാണ് ഇയാളുടെ ഭാഗത്തു നിന്നും കുട്ടികൾക്ക് നേരിട്ടെന്ന് അമ്മ പോലീസിനോട് വ്യക്തമാക്കി. ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ വിളിച്ചെണീപ്പിച്ച് തൊഴിക്കുകയും ഭിത്തിയിലേക്ക് എറിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ക്രൂരതയാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സംഭവം നടന്ന വീട്ടിൽ ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രേണുക. അനീഷ്, ഈ അമ്മയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി എന്നാണ് മനസ്സിലാകുന്നത്. പോലീസിന് എന്തൊക്കെയാണ് ആ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്? നേരത്തെയും ഈ രീതിയിൽ കുട്ടികളെ ഈ രണ്ടാനച്ഛൻ ഉപദ്രവിച്ചിട്ടും എന്തുകൊണ്ട് ഇത് പരാതിപ്പെട്ടില്ല, അല്ലെങ്കിൽ തടയാൻ ശ്രമം നടന്നില്ല എന്നതൊക്കെയും അമ്മയെ സംബന്ധിച്ച് ഉയർന്ന സംശയങ്ങളാണ്. പോലീസ് അതിനെന്താണ് മറുപടി നൽകുന്നത്?
തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആശുപത്രിയിലെത്തിയ അമ്മയുടെ മൊഴിയെടുത്തത്. ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് കുട്ടിയുമായി എത്തിയപ്പോൾ സെറ്റിയിൽ നിന്നും വീണതാണ് എന്ന തരത്തിലുള്ളൊരു രീതിയിലുള്ള വിശദീകരണമാണ് അമ്മയുടെയും രണ്ടാം അച്ഛൻ്റെയും ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ ഇളയ കുട്ടിയുടെ മൊഴിയെ തുടർന്ന് ഇക്കാര്യത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ഇന്നലെ പോലീസ് പ്രാഥമികമായി ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ ചെറുതായി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ കൂടുതൽ കുരുക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ ഇന്ന് പൂർണ്ണമായും ഈ രണ്ടാം ഭർത്താവിനെ തള്ളിപ്പറയുന്ന രീതിയിൽ തന്നെയാണ് അമ്മയുടെ മൊഴി ഉണ്ടായിരിക്കുന്നത്. അയാൾ പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ തൻ്റെയും കുട്ടികളുടെയും ജീവന് അപകടമുണ്ടാകും എന്ന ഒരു സാഹചര്യത്തിലാണ് താൻ അത്തരത്തിൽ അരുണിനെ സംരക്ഷിച്ച് സംസാരിച്ചതെന്ന് അവർ പറയുന്നു. ഒപ്പം നേരത്തെ പല തവണയും ഇത്തരത്തിൽ കുട്ടികളെ മർദ്ദിക്കാൻ ഇയാൾ ശ്രമിച്ചതായും പറയുന്നു. കഴിഞ്ഞ നവംബർ 19 മുതലാണ് ഈ അരുണും ഈ കുട്ടികളുടെ അമ്മയുമായി ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയത്. ഭർത്താവ് 10 മാസം മുമ്പ് മരിച്ചിരുന്നു. ഔദ്യോഗികമായി ഇവർ വിവാഹിതരായിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ ഇയാളിൽ നിന്നും ഒരു പീഡനം ഉണ്ടാകുമെന്ന ഭയത്താലാണ് ആദ്യ ഘട്ടത്തിൽ കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത് എന്നാണ് പോലീസിനോട് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ പൂർണ്ണമായും പോലീസ് ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. ഈ അമ്മയ്ക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെ നടത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോഴും ഈ രണ്ടാം അച്ഛന്റെ അറസ്റ്റ് വൈകുന്നത് എന്തുകൊണ്ടാണ്? നിയമപരമായ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റ് ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് അല്പസമയം മുമ്പ് ഇവിടെ സന്ദർശിച്ച അമ്മയുടെ മൊഴിയെടുക്കാൻ വന്ന തൊടുപുഴ ഡിവൈഎസ്പി പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഈ രണ്ടാനച്ഛനും അമ്മയും ആശുപത്രിയിൽ ആദ്യ കുട്ടിയെ കൊണ്ടുപോയപ്പോഴത്തേക്ക് പറഞ്ഞത് സെറ്റിയിൽ നിന്നും വീണൊരു അപകടം ഉണ്ടായി എന്ന തരത്തിലാണ്. ആ ഘട്ടത്തിൽ സംശയം തോന്നിയപ്പോൾ ചൈൽഡ് ലൈനും പോലീസിനും ആശുപത്രി അധികൃതർ കൈമാറുകയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കുട്ടിയുടെ മൊഴി അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങിയത്. കേവലം ആ ഒരു മൊഴിയിൽ മാത്രം അറസ്റ്റിലേക്ക് നയിക്കാൻ പര്യാപ്തമല്ല എന്നൊരു രീതിയിലുള്ള ചിന്തയായിരിക്കാം ഒരുപക്ഷെ പോലീസിനെ അമ്മയുടെയും കൂടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യാം എന്ന രീതിയിലേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ പ്രതിക്കെതിരെ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം അനീഷിലേക്ക്. എന്തായാലും തൊടുപുഴയിൽ കുട്ടിയെ മർദ്ദിച്ച കേസിലെ പ്രതിയായിട്ടുള്ള അരുൺ ആനന്ദിന് ക്രിമിനൽ പശ്ചാത്തലമാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് മാത്രം 4 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. 2008 മ്യൂസിയം സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലക്കേസിലും ഇയാൾ പ്രതിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഈ കുട്ടികളുടെ രണ്ടാനച്ഛൻ എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? 4 കേസുകളാണ് തിരുവനന്തപുരത്ത് മാത്രം ഇയാളുടെ പേരിലുള്ളത്. 2 കേസുകൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലും 2 കേസുകൾ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ്. ഇതിൽ 2008 വി വിജയരാഘവൻ എന്നൊരാളെ ബിയർ കുപ്പി പൊട്ടിച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ അരുൺ ആനന്ദ് പ്രതിയായിരുന്നു. പിന്നീട് ഇയാളെ കോടതി വെറുതെ വിട്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോർട്ട് പോലീസ് സ്റ്റേഷൻ കേസ് പരിധി 2 കേസുകളുണ്ട്. ഇതിലൊന്ന് ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തി പണം കവർന്ന കേസാണ്. ഇയാളുടെ പേരിൽ കൂടുതൽ കേസുകളുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഇതിലൂടെ വ്യക്തമാവുകയുമാണ്. രേണുക, അരുൺ, ഈ കേസുകളിൽ നിന്നൊക്കെ അയാൾ എങ്ങനെയാണ് ഊരിപ്പോകുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധമോ അല്ലെങ്കിൽ മുകളിലുള്ള പിടിപാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആളാണോ? കൊലക്കേസിൽ കോടതി വെറുതെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ. ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. മറ്റു കേസുകളിലൊക്കെ ഇയാൾ പ്രതിയാണ്. അതിൽ ചില കേസുകൾ വിചാരണ നടക്കുകയുമാണ്. രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഉന്നത ബന്ധമോ എന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ ഒരു പശ്ചാത്തലവും ജീവിത പശ്ചാത്തലവും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അല്പസമയത്തേക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ് അരുൺ ആനന്ദ് എന്ന് വ്യക്തമാക്കുന്ന ഇയാളുടെ പേരിലുള്ള കേസുകൾ. ശരി, വി വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കുട്ടികളുടെ രണ്ടാനച്ഛൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരത്ത് തന്നെ 4 കേസുകളിൽ പ്രതി, ഒപ്പം ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നു എന്നും മനസ്സിലാകുന്നു. നേരത്തെയും അരുണാനന്ദ് കുട്ടികളെ മർദ്ദിച്ചതിന്റെ സൂചനകൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ലഭിച്ചു. കുടുംബത്തിന് അയൽവാസികളുമായും കാര്യമായ ബന്ധങ്ങൾ ഇല്ലായിരുന്നു. മർദ്ദനത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ 7 വയസ്സുകാരനുമായി അമ്മയും രണ്ടാനച്ഛനും ആശുപത്രിയിൽ പോയ ശേഷം അർദ്ധരാത്രി മുതൽ പുലരുവോളം 4 വയസ്സുകാരനായ അനുജൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. പോലീസ് നൽകിയ വിവരമനുസരിച്ച് വീട്ടിലെത്തിയ അയൽവാസികൾ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് വിളിക്കുമ്പോൾ ഈ സംഭവമാണ്, ഈ കൊച്ചിങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, കൊച്ചിനെ എടുത്തുകൊണ്ട് വരാമോ, അതിനെ സംരക്ഷിക്കാമോ എന്ന് ചോദിച്ചു. ശരി നോക്കാം. ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിൽ പോലും രണ്ടാമത് ഞങ്ങൾ ആലോചിച്ചപ്പം കൊണ്ടുവരാൻ സാറിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, അപ്പോൾ കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് പോരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൊച്ചിനെ എടുക്കാൻ പോയത്. 10 മാസം മുമ്പാണ് കുട്ടികളുടെ അച്ഛൻ മരിച്ചത്. തൊടുപുഴയിൽ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു കൂടിയായ അരുൺ
കുട്ടികളുടെ അമ്മയ്ക്കൊപ്പം പിന്നീട് കൂടുകയായിരുന്നു. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നുവെന്നും പോലീസ് കണക്കുകൂട്ടുന്നു. അരുണിന്റെ തൊഴിലാണ് 7 വയസ്സുകാരന് പരിക്കേറ്റതെന്ന് അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രകോപനത്തിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. രണ്ടാനച്ഛന്റെ പീഡനം കുട്ടി അധ്യാപകരോട് പറഞ്ഞിരുന്നതായി സൂചനയുണ്ട്. ഇതിന്റെ പ്രതികാരമായാവാം മർദ്ദനമെന്നും ചൈൽഡ് ലൈൻ കണക്കുകൂട്ടുന്നു. MS അനീഷ് കുമാർ, ന്യൂസ് 18 ഇടുക്കി. 27-ാം തീയതിക്ക് ശേഷം ലഭിച്ച ബില്ലുകൾ പാസ്സാക്കരുതെന്ന ട്രഷറി ഡയറക്ടറുടെ നിർദ്ദേശം. ട്രഷറി ഡയറക്ടർ ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കി. നാളെ വൈകിട്ട് 5 മണിവരെ ബില്ലുകളും ചെക്കുകളും സമർപ്പിക്കാം. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, നേരത്തെ തന്നെ നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും 31-ാം തീയതി വരെ ബില്ല് പാസ്സാക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇത് ഇടപാടുകാർക്ക് വരുത്തുന്നത്? രേണുക, വലിയൊരു പ്രതിസന്ധി സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ട്രഷറി നിയന്ത്രണത്തിന് ഇത്തരം ഒരു കർശന നിയന്ത്രണം സർക്കാർ കൊണ്ടുവരുന്നത്. അതേസമയം ഇത് സാമ്പത്തിക വർഷാവസാനത്തെ പൊതുവിലുള്ള തിരക്ക് പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം നിയന്ത്രണമെന്നാണ് സർക്കാർ വിശദീകരണം. പക്ഷേ പ്രതിസന്ധി വലിയ രീതിയിൽ ഇതിന് കാരണമായിട്ടുണ്ട്. 27 വരെ ലഭിച്ച ബില്ലുകൾ മാത്രമേ പാസ്സാക്കാവൂ എന്ന നിർദ്ദേശമാണ് ട്രഷറി ഡയറക്ടർ ഇന്നലെ പുറത്തിറക്കിയത്. അതേസമയം ഇത് വലിയ രീതിയിലുള്ള പരാതികൾക്ക് ഇടവെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നേരിയ ചില ഇളവുകൾ അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു. ഇതിൻ പ്രകാരം നാളെ വൈകിട്ട് 5 മണി വരെ ബില്ലുകളും ചെക്കുകളും ട്രഷറികളിൽ സ്വീകരിക്കാം എന്ന ഉത്തരവ് പുറത്തിറക്കി. പക്ഷേ ഈ ബില്ലുകളൊന്നും പാസ്സാകില്ല. 27 വരെയുള്ള ബില്ലുകൾ മാത്രം പാസ്സാക്കാനാണ് ഇപ്പോൾ ഉള്ള തീരുമാനം. ബാക്കിയുള്ള ബില്ലുകൾ ക്യൂ സിസ്റ്റത്തിൽ നിലനിർത്തി അടുത്ത സാമ്പത്തിക വർഷം പാസ്സാക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. ഇടപാടുകാർക്ക് ഇതുമൂലം, ഈ തീരുമാനം മൂലം ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അതൊരു പരിധിവരെ പരിഹരിക്കാൻ ഇപ്പോഴത്തെ നിർദ്ദേശത്തിന് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയുന്ന സാഹചര്യമല്ല. കാരണം ബില്ലുകൾ സ്വീകരിക്കുന്നത് ഒഴിച്ചാൽ ബില്ലുകൾ പാസ്സാക്കപ്പെടില്ല. അത് പണമായി കൈമാറപ്പെടാൻ സാധ്യതയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ പ്രതിസന്ധി നിലനിൽക്കുക തന്നെ ചെയ്യും. കരാറുകാർക്ക് അടക്കമുള്ളവരുടെ ബില്ലുകൾ അടുത്ത സാമ്പത്തിക വർഷം മാത്രമേ മാറുകയുള്ളൂ എന്നതാണ് നിലവിലുള്ള സാഹചര്യം. കാരണം സർക്കാരിന്റെ കൈവശം എല്ലാ ബില്ലുകളും പാസ്സാക്കി കൊടുക്കാൻ കഴിയുന്ന ഫണ്ട് ലഭ്യമല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നിയന്ത്രണം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് പുറമെ പ്ലാൻ ഫണ്ടുകളും ഒപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ പ്ലാൻ ഫണ്ടുകളും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾക്കും അടക്കം ഈ നിയന്ത്രണം ബാധകമാണ്. പൊതുവിൽ ഇത് ആ തരത്തിൽ വലിയൊരു പ്രതിസന്ധിക്ക് ഇടവെക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ തർക്കമില്ല. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് കഠിനമായ ചൂട് തുടരും. സൂര്യാതപത്തിനെതിരായ ജാഗ്രത മറ്റന്നാൾ വരെ നീട്ടി. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ ഇനിയും ചൂട് 3 ഡിഗ്രി വരെ ഉയരുമെന്ന മുന്നറിയിപ്പുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം എത്തിച്ചു തുടങ്ങി. ഇന്നലെ സംസ്ഥാനത്ത് 120 പേർക്ക് സൂര്യാതപമേറ്റു. വേനൽ മഴയ്ക്ക് അനുകൂലമായ യാതൊരു സാഹചര്യങ്ങളുമില്ല. അറബിക്കടലിന്റെ പല ഭാഗങ്ങളിലും 3% വരെ ചൂട് കൂടി. കടലിൽ നിന്ന് ഉഷ്ണക്കാറ്റ് കരയിലേക്ക് വീശുന്നതും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നതിനാലും കനത്ത ചൂട് തുടരും. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഇവിടങ്ങളിൽ ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടും. തുടർച്ചയായ 5-ാം ദിനവും പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രിയാണ് താപനില. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും താപസൂചിക 50-ന് മുകളിലായതിനാൽ ജാഗ്രത തുടരും. ഇപ്പോൾ സീ സർഫസ് ടെമ്പറേച്ചർ പരമാവധിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 29-30 ഡിഗ്രി സെൽഷ്യസോളം ഒക്കെ സീ സർഫസ് ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ സീ സർഫസ് ഇൻഡെക്സും വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റൽ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾക്ക് വരുന്ന സീ ബ്രീസ് അതും വളരെ ചൂടേറിയ ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സർക്കുലേഷൻ പാറ്റേൺ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 65 പേർക്ക് സൂര്യാതപത്തിൽ പൊള്ളലേറ്റിരുന്നു. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ദിവസങ്ങളിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ തുടങ്ങിയവർ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് ഏപ്രിൽ ആദ്യവാരവും ഈ സ്ഥിതി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ വിലയിരുത്തൽ. ഏപ്രിൽ പകുതിയോടെയെങ്കിലും മഴ ലഭിച്ചില്ലെങ്കിൽ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ശാന്തസമുദ്രത്തിന്റെ തെക്ക് കിഴക്കൻ ഭാഗം ചൂടുപിടിക്കുന്ന എൽനിനോ പ്രതിഭാസമാണ് കേരളത്തിലെ കൊടും ചൂടിന് കാരണമെന്ന് വിദഗ്ധർ. ഇപ്പോഴത്തെ കൊടും ചൂട് മറ്റൊരു വലിയ പ്രളയത്തിന് കാരണമായേക്കുമെന്ന ആശങ്കയും വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. എല്ലാ വൻകരകളിലെ കാലാവസ്ഥയെയും എൽനിനോ പ്രതിഭാസം ബാധിച്ചേക്കും.
മഴമേഘങ്ങൾ രൂപം കൊള്ളുന്നതിനെ എൽ നിനോ തടയുന്നതാണ് സംസ്ഥാനത്തെ കനത്ത ചൂടിന് കാരണം. വരും മാസങ്ങളിൽ ചൂട് ഇനിയും കൂടാമെന്ന് വിദഗ്ധർ പറയുന്നു. നാച്ചുറൽ വേരിയബിലിറ്റി നമ്മുടെ എർത്ത് സിസ്റ്റത്തിൽ നാച്ചുറൽ വേരിയബിലിറ്റിയും ഈ ടെമ്പറേച്ചർ ഇൻക്രീസിലേക്ക് ലീഡ് ചെയ്യും. ഗ്ലോബൽ ചേഞ്ച് തന്നെ ആവണമെന്നില്ല. ജൂൺ ജൂലൈ കാലവർഷക്കാലത്ത് ഇത്തവണ സാധാരണ പോലെ മഴ പ്രതീക്ഷിക്കാനാവില്ല. കടുത്ത വരൾച്ചയുണ്ടായേക്കും. എന്നാൽ അതിനുശേഷം കനത്ത പേമാരിയോ മറ്റൊരു പ്രളയമോ പോലും ഉണ്ടായേക്കുമെന്ന് ഭൗമശാസ്ത്രജ്ഞനായ സുഭാഷ് ചന്ദ്രബോസ് പറയുന്നു. മഴ ദിനങ്ങൾ കുറയുന്നു, പിന്നെ മഴയുടെ തീവ്രത, മഴത്തുള്ളിയുടെ തീവ്രത കൂടുന്നു, മഴ മണിക്കൂറുകൾ കുറയുന്നു, തീവ്രത കൂടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും പ്രളയവും വെള്ളപ്പൊക്കവുമായിരിക്കും മഴക്കാലം സമ്മാനിക്കുക. കാലാവസ്ഥയാകെ തകിടം മറയുന്ന സാഹചര്യത്തിൽ കേരളം ദീർഘകാല പാരിസ്ഥിതിക പദ്ധതികൾ ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ചൂട് കൂടുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഉയർന്ന താപനില സൂര്യാഘാതത്തിനുൾപ്പെടെ കാരണമായേക്കാം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം വിനീത വിജി, ന്യൂസ് 18. ദിനംപ്രതി ചൂട് കൂടുന്നതോടെ സംസ്ഥാനത്ത് എയർ കണ്ടീഷനുകളുടെ വിൽപ്പന വർദ്ധിച്ചു. ഇതോടെ തവണ വ്യവസ്ഥകളും വായ്പാ സൗകര്യങ്ങളുമായി വ്യാപാരികളും സജീവമാണ്. ചൂട് കൂടുന്നതോടെ വലിയ വിൽപ്പനയാണ് AC-യുടെ വിപണിയിലുണ്ടാകുന്നത്. കഴിഞ്ഞ തവണ മധ്യവേനലിൽ മഴ ലഭിച്ചതുകൊണ്ട് വിൽപ്പനയിൽ കുറവുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി മഴ ഒഴിഞ്ഞതും ചൂട് പ്രവചനാതീതമായി ഉയരുന്നതും AC-യുടെ വിൽപ്പനയും വർദ്ധിപ്പിക്കുകയാണ്. സീസണിന്റെ തുടക്കത്തിൽ തന്നെ മികച്ച വിൽപ്പന ലഭിച്ചതായി വ്യാപാരികൾ പറയുന്നു. ആഡംബരമായി കണ്ടിരുന്ന AC ഇപ്പോൾ ഒരു അവശ്യ വസ്തുവായി പല വീടുകളിലും എത്തിക്കഴിഞ്ഞു. ഇത്തവണ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന് മുകളിലുള്ള ഒരു സെയിലാണ് വരുന്നത്. കാരണം ചൂട് നന്നായിട്ട് കൂടി ആൾക്കാർക്ക് പറ്റുന്നില്ല മാനേജ് ചെയ്യാനായിട്ട് വിത്തൗട്ട് AC. അപ്പം ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും ബൾക്കായിട്ട് എനിക്കൊന്ന് ഇതിനു മുമ്പ് 2016 ഈ സെയിൽ വന്നത്. അപ്പോൾ അതൊരു വലിയ ചലഞ്ചാണ് ഇവിടെ. ഇപ്പോൾ ഞങ്ങളൊക്കെ 24 hours ഗോഡൗൺസ് വർക്കിംഗ് ആണ്. എക്സിക്യൂഷനും ഈ ഫിറ്റിംഗ് അത് ഒത്തിരി ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 ടൺ ഇൻവെർട്ടർ AC-ക്കാണ് ആവശ്യക്കാർ കൂടുതലും. മാസത്തവണയിൽ വായ്പ അനുവദിക്കുന്നതും ഓഫറുകളും വിൽപ്പന ഉയർത്തുന്നതിന് സഹായകരമായിട്ടുണ്ട്. 3 ലക്ഷം AC യൂണിറ്റുകളുടെ വിൽപ്പനയാണ് 3 മാസം കൊണ്ട് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. വയനാടിനെ ചൊല്ലി പോര്. വയനാട്ടിലേക്ക് രാഹുൽ വരില്ലെന്ന് ഉറപ്പായതോടെ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ് ഗ്രൂപ്പ് പോര് ശക്തിപ്പെടുന്നു. രാഹുൽ ഇല്ലെങ്കിൽ പകരം സ്ഥാനാർത്ഥിയെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിശ്ചയിക്കണമെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് ആവശ്യപ്പെട്ടു. KPCC മുമ്പ് പ്രഖ്യാപിച്ച T സിദ്ദിഖിനെതിരെയാണ് I ഗ്രൂപ്പിന്റെ പടയൊരുക്കം. വയനാട്ടിലെ അനിശ്ചിതത്വത്തിൽ ആദ്യം മിതത്വം പാലിച്ച മുസ്ലിം ലീഗും വിമർശനവുമായി രംഗത്ത് വന്നു. വയനാട്ടിലെ T സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ I ഗ്രൂപ്പ് ഉയർത്തിയ കലാപം ഉമ്മൻചാണ്ടി കടുത്ത നിലപാടെടുത്തതോടെയാണ് കെട്ടടങ്ങിയത്. രാഹുൽ വരില്ലെന്ന് ഉറപ്പായതോടെ ഇത് വീണ്ടും തലപൊക്കുകയാണ്. രാഹുൽ ഇല്ലെങ്കിൽ T സിദ്ദിഖ് തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പില്ലെന്നും AICC പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും തുറന്നു പറഞ്ഞ് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് രംഗത്തെത്തി. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് ആരുമാകാം, ആരെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. രാഹുലിനായി പിന്മാറുന്നുവെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സീറ്റിലുള്ള അവകാശവാദം കൈവിടാതെ വയനാട് മണ്ഡലത്തിൽ നടന്ന കൺവെൻഷനുകളിലെല്ലാം T സിദ്ദിഖ് സജീവമായിരുന്നു. എന്നാൽ രാഹുലിന്റെ വരവ് പ്രഖ്യാപിച്ച് ആശയക്കുഴപ്പത്തിന് തുടക്കമിട്ട ഉമ്മൻചാണ്ടിക്ക് ഇനിയും സിദ്ദിഖിനായി വിലപേശാനാകില്ലെന്നാണ് I ഗ്രൂപ്പ് കണക്കുകൂട്ടുന്നത്. ഇതിനിടെയാണ് അനിശ്ചിതത്വം തുടരുന്നതിൽ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി യോഗം ചേർന്ന് പ്രതിഷേധം അറിയിച്ചത്. നിലവിലെ സാഹചര്യം നിരാശാജനകമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് PPA കരീം തുറന്നടിച്ചു. ലീഗിന് മാത്രമല്ല വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അതൃപ്തി ഉണ്ടല്ലോ. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിലുള്ള പ്രതിഷേധം വയനാട്ടിലെ കേരള കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്. കാർഷിക വായ്പകളുടെ മൊറട്ടോറിയം കാലാവധി ദീർഘിപ്പിക്കാൻ അനുമതി തേടിയുള്ള ഫയലിൽ സംസ്ഥാന സർക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് വിശദീകരണം നൽകി. വിശദീകരണം ലഭിച്ചതായി ടിക്കാറാം മീണയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു.
മൊറട്ടോറിയത്തിന്റെ കാലാവധി ദീർഘിപ്പിച്ച് ഉത്തരവിറക്കാൻ അനുമതി തേടി സർക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ സമീപിച്ചിരുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൽകിയ ഫയൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ മടക്കി അയച്ചു. തുടർന്ന് അനുമതി തേടാനുള്ള സാഹചര്യം വ്യക്തമാക്കി പുതിയ അപേക്ഷ ഇന്നലെ രാത്രിയോടെ നൽകി. ദുരിതത്തിലായ കർഷകരെ സഹായിക്കാൻ മന്ത്രിസഭ എടുത്ത തീരുമാനമാണെന്ന് സർക്കാർ വിശദീകരിച്ചു. കാർഷിക വായ്പകൾക്ക് നിലവിൽ മൊറട്ടോറിയമുണ്ട്. എങ്കിലും മറ്റു വായ്പകളുടെ പേരിൽ ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് നീങ്ങുമെന്ന ആശങ്ക കർഷകർക്കുണ്ട്. കടങ്ങൾ ഏറ്റെടുത്ത് കർഷകരെ സഹായിക്കാൻ നിലവിൽ സർക്കാരിന് കഴിയുകയുമില്ല. അതിനാലാണ് കർഷകരുടെ എല്ലാത്തരം വായ്പകൾക്കും മൊറട്ടോറിയം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിനാൽ ഉത്തരവിറക്കാനായില്ല. ഉത്തരവിറക്കുന്നതിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തിയിട്ടുമില്ല. കർഷകാത്മഹത്യ തുടരുന്ന സാഹചര്യത്തിൽ മൊറട്ടോറിയത്തിന്റെ കാലാവധി ദീർഘിപ്പിക്കാൻ അനുമതി നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ഫയൽ ലഭിച്ചെങ്കിലും മൊറട്ടോറിയത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നാളെ തലസ്ഥാനത്ത് മടങ്ങിയെത്തിയ ശേഷമാകും തുടർ നടപടികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ഓച്ചിറയിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട രാജസ്ഥാൻ സ്വദേശിയായ പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി. വൈദ്യപരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമായത്. പ്രധാന പ്രതി മുഹമ്മദ് റോഷനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പെൺകുട്ടിയെ ഇന്നലെയാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കിയത്. പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നാണ് പ്രാഥമിക പരിശോധനാ ഫലം. മുംബൈയിൽ വച്ചാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത് എന്നാണ് നിഗമനം. പ്രധാന പ്രതി മുഹമ്മദ് റോഷനെതിരെ ബലാത്സംഗ കുറ്റം കൂടി ചുമത്തും. തട്ടിക്കൊണ്ടുപോകൽ, വീടുകയറി ആക്രമണം തുടങ്ങിയ കുറ്റങ്ങൾക്ക് പുറമെയാണിത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് ലഭ്യമായ സ്കൂൾ രേഖകൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ആധികാരികത പരിശോധിക്കാൻ ഓച്ചിറ പോലീസ് നാളെ രാജസ്ഥാനിലേക്ക് പോകും. പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി. കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ റോഷന്റെ കൂട്ടുപ്രതികളായ പ്യാരി, അനന്തു, വിപിൻ എന്നിവരെ പോലീസ് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മുംബൈ പനവേലിൽ നിന്ന് കണ്ടെത്തിയ പെൺകുട്ടിയെയും അറസ്റ്റിലായ മുഹമ്മദ് റോഷനെയും ഇന്നലെയാണ് ഓച്ചിറയിലെത്തിച്ചത്. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ചൌക്കിദാർ മുദ്രാവാക്യം ആവർത്തിച്ച് പ്രധാനമന്ത്രിയുടെ രണ്ടാം ദിന പ്രചാരണം. ബഹിരാകാശത്തും കാവൽക്കാരായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാർ എല്ലാ മേഖലയിലും വികസനമെത്തിച്ചു. പ്രതിപക്ഷം സൈന്യത്തെയും ശാസ്ത്രജ്ഞരെയും അപമാനിക്കുകയാണെന്നും ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. भारत के सामर्थ्य से परिचित कराया है. भारत अब अंतरिक्ष में भी चौकीदारी करने में सक्षम है. ലോകം മുഴുവൻ ചുറ്റുന്ന പ്രധാനമന്ത്രി വാരണാസിയിൽ വരാൻ സമയം കണ്ടെത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി. എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന പ്രധാനമന്ത്രി വാരണാസിയിലെ സാധാരണക്കാരെയും ആലിംഗനം ചെയ്യണമെന്നും പ്രിയങ്ക പറഞ്ഞു. ഫൈസാബാദിൽ നിന്നും അയോധ്യയിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ തുടരുകയാണ്. വൈകിട്ട് അയോധ്യയിലെ ഹനുമാൻഗിരി ക്ഷേത്രത്തിൽ പ്രിയങ്ക ദർശനം നടത്തും. ചലച്ചിത്ര നടി ഊർമിള മതോണ്ട്കർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. മുംബൈ നോർത്ത് മണ്ഡലത്തിലാണ് ഊർമിള മത്സരിക്കുക. തന്റെ കുടുംബം എന്നും മതേതര മൂല്യങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളവരാണെന്ന് ഊർമിള പറഞ്ഞു. മാധ്യമപ്രവർത്തക സുപ്രിയ ഷിനേത് ഉത്തർപ്രദേശിൽ മഹാരാജ്ഗഞ്ചിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. ജോലി രാജിവെച്ചാണ് സുപ്രിയ രാഷ്ട്രീയത്തിലിറങ്ങുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള BJP MP അശോക് കുമാർ ദോറയും കോൺഗ്രസിൽ ചേർന്നു. ഇത്തവണ അശോക് കുമാറിന് BJP ടിക്കറ്റ് നൽകിയിരുന്നില്ല. UDFന്റെ 3 സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ, മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി, പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ എന്നിവരാണ് പത്രിക നൽകിയത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ലീഗ് സ്ഥാനാർത്ഥികൾ പട്ടിക നൽകിയത്. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും പത്രിക സമർപ്പിച്ചു. വോട്ട് നമ്മുടെ അവകാശമാണെന്നും വോട്ട് ചെയ്യേണ്ടത് കടമയാണെന്നും ഓർമ്മിപ്പിച്ച് സാൻബോട്ട് റോബോട്ട് ജനങ്ങൾക്കിടയിലെത്തി. തൃശൂർ ശോഭ സിറ്റിയിലെത്തിയ റോബോട്ട് കാണികൾക്ക് കൗതുകമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതികളുടെ ഭാഗമായാണ് റോബോട്ട് എത്തിയത്. വോട്ട് രേഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റോബോട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. സംസാരം ഇംഗ്ലീഷിലാണെങ്കിലും പാട്ടും നൃത്തവുമായി ബോധവൽക്കരണ പരിപാടി സജീവമായി.
ഈ പുതു പുലരി അല്പം പോലും നേരം നിങ്ങൾ പാഴാക്കിടല്ലേ ഒന്നൊരു നല്ല വോട്ടു ചെയ്യൂ നാടിൻ നന്മയ്ക്കായി. സ്വീപ് മാതൃകാ പെരുമാറ്റച്ചട്ട നിരീക്ഷണത്തിനായുള്ള സി വിജിൽ പദ്ധതികളുടെ പ്രചാരകനായിട്ടാണ് തൃശൂരിൽ റോബോട്ട് എത്തിയത്. ശോഭാ സിറ്റിയിൽ എത്തിയ റോബോട്ടിന്റെ ചലനങ്ങളും ശബ്ദവുമെല്ലാം കണ്ടുനിന്നവരിൽ കൗതുകമുണർത്തി. ന്യൂസ് 18 തൃശൂർ.